ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഡാഡിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. ഇന്ന് എല്ലാവരും ഉണ്ടായിരുന്നു, ആൻസിയേട്ടനടക്കം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ അതങ്ങ് ചെറിയ രീതിയിൽ, പുറത്തൊന്നും പോകാൻ പറ്റില്ല, അറിയാലോ ഇന്ന് മനസ്സമ്മതവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഈ ഒരു ഫ്രെയിമിൽ നിങ്ങൾ തോമുനെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. തോമു മനസ്സമ്മതത്തിന് പോയിട്ട് വരുന്ന വഴിക്ക് തന്നെ ഉറങ്ങി ഡീപ്പ് സ്ലീപ്പിൽ പോയിട്ടോ. അപ്പോൾ അതേ പാച്ചു ആണ് നേതൃത്വം നയിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ, അവൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് എന്ന് പറയാം ഡാഡീനെ. അപ്പോൾ അവൻ പാട്ട് പാടി ഉദ്ഘാടനം ചെയ്യുക എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കേക്ക് സെലിബ്രേഷൻ്റെ ആണ് കേട്ടോ. നല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി കേക്കായിരുന്നു. ടേസ്റ്റ് അടിപൊളി. നമ്മൾ ഇന്ന് രാവിലെ ഓർഡർ കൊടുത്തപ്പോൾ ഉച്ചയായപ്പോഴത്തേനും സംഭവം തന്നു കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ചേട്ടനും സെലിബ്രേഷനും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കോമഡിയൊക്കെ പറഞ്ഞ് പാച്ചുവിൻ്റെ നേതൃത്വത്തിൽ ഇതെല്ലാം ചെയ്യുകയാണ്. ചാക്കോച്ചൻ നോക്കുകയാണ് എന്താണ് ഇവിടെ പരിപാടി നടക്കണമെന്നുള്ളത്. അപ്പോൾ പാച്ചു ചേട്ടന് കൊടുത്തിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ അത് ചാക്കോച്ചന് ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ ഡോൺ ചേട്ടൻ മമ്മിക്ക് വ്ളോഗ് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മമ്മിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഡോൺ ചേട്ടൻ എന്താ പറയുക, കേക്ക് വാങ്ങിക്കാൻ പോയപ്പം എൻ്റെ കയ്യിലോട്ട് ഫോൺ തന്നു. അപ്പം ഞാൻ അതേപടി തിരിച്ച് ഫോൺ കൈമാറിയിട്ടുണ്ട്. അപ്പം ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല, കാരണം മമ്മി ഡീറ്റെയിൽഡായിട്ട് എടുക്കും. ഞാൻ അവിടെ എവിടെയും മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും. പിന്നെ ഇന്നത്തെ പരിപാടിയുടെ എല്ലാ വ്ളോഗും മമ്മി വിശദമായിട്ട് ഇടും. നിങ്ങൾ മോസ്റ്റ്ലി ഇത് കണ്ടു കാണും. ഞാനായിരുന്നു ഇന്നത്തെ ഒഫീഷ്യൽ കാരേപ്പറമ്പൻ ഫോട്ടോഗ്രാഫർ. എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കത് പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പിടിച്ച് നിർത്തി ചിരിച്ച് സന്തോഷിപ്പിച്ച് ഫോട്ടോ എടുപ്പിക്കാൻ എനിക്കങ്ങനെ ഒരു ഇഷ്ടം ഉണ്ട്. ഞാനത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കാറുമുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ 41-നും അങ്ങനെയായിരുന്നു. എല്ലാവരും പിടിച്ച് കൂട്ടിയിട്ട് ഫോട്ടോ എടുക്കലായിരുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ സജീവച്ചനെയാണ് മിസ്സായത്. പിന്നെ പ്രിൻസി ആൻറ്റി ഫാമിലീനെ മിസ് ചെയ്തു. പക്ഷേ നമ്മൾ ഉള്ളവർ മാക്സിമം എൻജോയ് ചെയ്തു. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, എനിക്ക് ഇന്നലത്തെ ഒരു വീഡിയോയിൽ മിസ്റ്റേക്ക് പറ്റി. ഞാൻ ഷൈനി ആൻറ്റിയുടെ സിസ്റ്ററിൻ്റെ മോളുടെ കാര്യം പറഞ്ഞിരുന്നു. ആൾ BDSനാണ് പഠിക്കുന്നത്. ആൾ BDSനല്ല പഠിക്കണേ, MBBSനാണ് പഠിക്കുന്നത്. എനിക്ക് തെറ്റ് പറ്റാൻ കാരണം, ഞാൻ വന്ന സമയത്ത് ആൾ നീച്ചൊക്കെ എഴുതിയിട്ട് BDS ആണ് കിട്ടിയത്. ആ സമയത്ത് ഞാൻ അതാണ് കേട്ടത്. പിന്നെയും ഞാൻ പറഞ്ഞേ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കുട്ടിയാണ്. ഇപ്പോൾ പഠിത്തമാണേലും ഡാൻസ് ആണെങ്കിലും എന്താണേലും ആൾ മുന്നിലുണ്ട് കേട്ടോ. അപ്പോൾ ആൾ പിന്നെ നീറ്റ് പഠിച്ച് എഴുതി, കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. പഠിച്ച് നീറ്റ് എഴുതി ഇത് MBBS ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് കേട്ടോ. അപ്പം എനിക്കൊരു തെറ്റ് പറ്റിയതാണ് BDS എന്ന് പറഞ്ഞത്. അപ്പോൾ ആളുടെ ഫ്രണ്ട് എങ്ങാണ്ട് വിളിച്ച് ചോദിക്കുക എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാണ് ആൾ BDS അല്ല, MBBS സ്റ്റുഡൻ്റാണ് കേട്ടോ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ MBBS സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതേ ഫോട്ടോസ് ഞാൻ പറഞ്ഞില്ലേ, കുറച്ചധികം ഫോട്ടോസ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ബർത്ത്ഡേസിൽ, ഇത് ശരിക്കും നമ്മൾ പോയി വന്നതിന് ശേഷം നമ്മൾ പരക്കിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പുള്ള കേക്ക് കട്ടിങ് സെറമണിയാണ്. അതാദ്യം കാണിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഫോട്ടോസും, അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സ്ഥലത്തൊക്കെ ഞാനും ഡോൺ ചേട്ടനും പിള്ളേരും കൂടെ പോയി അതൊക്കെ കാണിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ ഫോട്ടോ സെക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ ഡാഡിയും മമ്മി ആദ്യമേ പോയി, ഞങ്ങളും പിള്ളേർ സെറ്റും പുറകെയാണ് കേട്ടോ പോയത്. ചാക്കോച്ചനെ കൊണ്ടുപോയില്ല. ചാക്കോച്ചൻ അക്കിയുടെ വീട്ടിൽ വളരെ സേഫായിട്ട് കളിയും മേളവും ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇത് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. ഇത് ഡിംപിളിൻ്റെയും മാൻസൻ്റെയും ഔട്ട്ഫിറ്റ്. ഇത് നമ്മുടെ മമ്മി നിൽക്കണം കേട്ടോ. ഇത് യൂട്യൂബിൻ്റെ റേഷ്യോ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ തോമു ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും ഓടി നടന്ന് വർത്താനം പറഞ്ഞ് മിങ്കിൾ ചെയ്യുകയാണ് മെയിൻ പരിപാടി. അപ്പോൾ തോമു ആൻസൻ്റെ തലയിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അളിയനെയും പിടിച്ച് നിർത്തി ഫോട്ടോ എടുത്താണ്. അപ്പോൾ അടിയിൽ കാണാം തോമുൻ്റെ തലയും കാര്യങ്ങളും. കുറേ കഴിഞ്ഞപ്പോൾ തോമു ആ ജാക്കറ്റ് ഊരിക്കാർ, ഭയങ്കര ചൂടായിരുന്നു ഹാളിൽ. ഇതാണ് നമ്മുടെ ലിനിക്കുട്ടി, നമ്മുടെ ദയൽ, നമ്മുടെ ഒരു കസിൻ ഉണ്ടെന്ന് പറയത്തില്ലേ, അത് ഇയാളാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ എടുത്തു. കുറേ നാളായി ഇങ്ങനൊരു ഫോട്ടോ എടുത്തിട്ട്. ഇത് നമ്മുടെ കസിൻസാണ് കേട്ടോ. ഇത് ഡോൺ ചേട്ടനുണ്ട്, രശ്മിയുണ്ട്, ഹെജോ ഉണ്ട്, ഡിംപിളുണ്ട്. ഇത് ഹെജോയും വൈഫ് ലീനി കേട്ടോ. എനിക്ക് തോന്നുന്നു ഹെജോയെക്കാളും കൂടുതൽ പരിചയം എനിക്ക് ലീനിനെ ആയിരിക്കും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് ഫോട്ടോ എടുത്തു.
പിന്നെ ഒരു സെൽഫി എടുത്തു. രശ്മിയുടെ ബാക്കിൽ നിൽക്കുന്നത് ജിൻഡോ ചേട്ടൻ ഹസ്ബൻഡാണ്. എൻ്റെ അമ്മച്ചി ഇനി നാളെ എനിക്ക് ഇതിനായിരിക്കും കേട്ടോ ചീത്ത വിളി കേൾക്കണേ. അപ്പോൾ അതേ അവരുടെ ഒരു ക്യൂട്ട് കപ്പിൾ ഫോട്ടോ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സുശീല ആൻറ്റിയും ഷേർലി ആൻറ്റിയും കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ഷേർലി ആൻറ്റിയുടെ മൊഞ്ചേറിയാണ് കേട്ടോ. എന്നാൽ അവൻ്റെ വകയായിരുന്നു ഡാൻസ് തകർത്ത് എല്ലാവരെയും ചിയറപ്പ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ ബ്രൈഡും ഗ്രൂമും ഇതാണ്. അപ്പോൾ അവരുടെ കൂടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ അധികം നേരം ഡ്യൂറേഷൻ ഇട്ട് ലാഗ് അടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഓടിച്ചു വിടുകയാണ്. ഇത് തോമസ് അങ്കിളും ഫാമിലിയും. ഇത് നമ്മുടെ കാര്യപ്പറമ്പൻ ഫുൾ ഫാമിലി നിരത്തി പിടിച്ച് ഫോട്ടോ എടുത്താണ്. അത് ഒരു ഫാമിലി ആക്ച്വലി മിസ്സിങ് ആണ്, അവർക്ക് വരാൻ പറ്റിയില്ല. ഇത് ഷേർലി ആൻറ്റിയും മോനും അവരുടെ ഭാര്യയും മക്കളുമാണ്. ഇതിൽ ഷാജു പേപ്പൻ മിസ്സിങ് ആണ്. ഷാജു പേപ്പൻ കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഉള്ളവരെ വെച്ച് ഫോട്ടോ എടുത്ത് പിന്നെ അതൊരു വിഷമമാവാൻ പാടില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് വീണ്ടും രാത്രിത്തേന് ഷൈനി ആൻറ്റിയും ഷാജു പേപ്പനും വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ച്, ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ പരിപാടി നടന്ന് ഫുഡൊക്കെ ബാക്കി വരുമ്പോൾ എല്ലാവരും അത് പങ്കിട്ടെടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞിട്ട് ഞാനും ആദ്യം മമ്മിയാണ് ഞങ്ങളോട് പറഞ്ഞത് നമ്മൾ പുൽക്കൂടൊക്കെ കാണാൻ പോവാമെന്ന്. പക്ഷെ മമ്മി എല്ലാം കഴിഞ്ഞപ്പോൾ മമ്മി വരുന്നില്ല എന്ന് പറഞ്ഞു, ഡാഡി വരുന്നില്ല എന്ന് പറഞ്ഞപ്പം മമ്മിയും മാറ്റി. സത്യം പറഞ്ഞാൽ എനിക്ക് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു, വയ്യാണ്ടായിട്ടുണ്ട്. പിന്നെ പിള്ളേരുടെ സന്തോഷവും ഡോൺ ചേട്ടന് പിണങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കൂടെ കയറിപ്പോയി. ആദ്യം പോയത് നമ്മുടെ നടത്തറപ്പള്ളിയിലാണ് കേട്ടോ. നടത്തറപ്പള്ളിയിൽ വളരെ ഭംഗിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയ ഫുൾ ഒരു പുൽക്കോട് സെറ്റപ്പും പിള്ളേരുടെ വക ഇതും ഒക്കെ. ഇത് ഇതിൻ്റെ പേരെനിക്ക് അറിയില്ല, ഞാൻ അറിയാത്ത കാര്യം ഇനി പറയുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ തോമസ് ആൻറ്റിയോടൊക്കെ ഹായ് സാൻഡ എന്നൊക്കെ പറഞ്ഞ് പോവാണ്. വളരെ ഭംഗിയിൽ. എനിക്ക് തോന്നുന്നു യൂത്ത് പിള്ളേരുടെ വകയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തൊട്ട് ഓരോ സംഭവങ്ങളും ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് ട്രെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് ഇന്ന് നമ്മൾ എവിടെയൊക്കെ പോയി, ലൂർദ് പള്ളിയിൽ പോയി, ലാറ്റിൻ ചർച്ചിൽ പോയി, നടത്തറ പള്ളിയിൽ പോയി. ഈ മൂന്നിലും സെക്കൻഡ് പ്രൈസ് നടത്തറയ്ക്കാണ് കേട്ടോ. ക്രിബ് ഇത് കുഞ്ഞു സെറ്റപ്പാണെങ്കിൽ ഉറപ്പായിട്ടും ഫസ്റ്റ് നടത്തറ പള്ളിക്ക് ഞാൻ കൊടുത്തേനെ. പക്ഷേ ലാറ്റിൻ പള്ളി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടോ. ഇത് നമ്മുടെ ജൂബി ചേച്ചിയുടെ മോനാണ്. ജൂബി ചേച്ചിയുടെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ നെയ്ബർ കം ചർച്ച് ആളും കൂടെയാണ് കേട്ടോ. ജൂബി ചേച്ചിയാണ് വാർഡിൻ്റെ ആളും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ജൂബി ചേച്ചിയുടെ മോനും അവരുടെ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിൻ്റെ ഒരു ലക്കി ഡ്രോ പോലത്തെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് എനിക്ക് കൊന്തയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ പിള്ളേർ കുറേ പണിതിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, വളരെ ഭംഗി. ഇത് ശരിക്കും ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതാണ്. കുറേ നേരം കണ്ട് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെന്താണ്, ഞാൻ തൃശ്ശൂർ വന്നിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ. നമ്മുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വീടുകളിലാണ് പുൽക്കൂടുണ്ടാക്കിയിട്ട് അത് കാണാനും ഒക്കെ പോവാറ്. ഇവിടെ ആൾക്കാർ നേരെ തിരിച്ചാണ്. ഓരോ പള്ളികളിലും പോയ ആ പള്ളിയിലുണ്ടാക്കിയ പുൽക്കൂട് കാണുക ഒക്കെ ആയിട്ട് വെറൈറ്റിയാണ്. ഫുൾ തൃശ്ശൂർ കൾച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കുറേ കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ പൊട്ടയാണ് കേട്ടോ. ചില കാര്യങ്ങളൊന്നും എനിക്ക് സ്റ്റിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ തൃശ്ശൂരുണ്ട്. ഞാൻ പറയാം കുറേ മിക്ക സാധനങ്ങൾ നമ്മുടെ നാട്ടിലുമായിട്ട് ഉൾട്ടയാണ്. ഇപ്പം ഇതൊക്കെയാണെങ്കിൽ ഓക്കെ. അല്ലാതെ വേറെ കുറേ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഈ മരിച്ചിട്ട് പലഹാരങ്ങൾ കൊണ്ടുപോകുക. അതൊക്കെ എനിക്ക് ഭയങ്കര ഏതെന്താ അങ്ങനെ. ഞാൻ ആദ്യമായിട്ട് അവിടെ വീട്ടിൽ നമ്മുടെ ചാക്കോച്ചനെ പ്രസവിച്ച് കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങുണ്ടെന്ന് ഡെയ്സി ആൻറ്റിയോട് പറഞ്ഞപ്പോൾ ഡെയ്സി ആൻറ്റി ഇങ്ങനൊരു ചടങ്ങോ, അത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഷോക്കാണ്. കല്യാണത്തിനൊക്കെ പോണ പോലെയാണല്ലോ, ഒരുപോലെ ഡ്രസ്സ് എടുക്കാൻ പോകണോ അത് ഒരുപോലെ ഉടുത്ത് പോകണോ, ടോട്ടലി ഡിഫറെൻ്റ് ആണ് തൃശ്ശൂരിലെ കൾച്ചർ ഫുള്ള്. അത് മാത്രം എനിക്ക് യോജിക്കാൻ പറ്റണില്ല സ്റ്റിൽ. ബാക്കിയൊക്കെ ഓക്കെ, ആഘോഷങ്ങളൊക്കെ നല്ലതാണ്. നമ്മളെല്ലാവരും ഫാമിലിയായിട്ട് ഒത്തുകൂടാൻ കിട്ടുന്ന കുറച്ച് സമയങ്ങളാണ്. അതിങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ആൾക്കാർ വരുള്ളൂ. കാരണം ഇന്നത്തെ ലൈഫ് അത്രയ്ക്കും ഒരു ബിസി ഷെഡ്യൂളിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ലാറ്റിൻ പള്ളിയാണ്. നിങ്ങൾ മമ്മിയുടെ വ്ളോഗിൽ മിക്കവാറും കാണാറുള്ളൊരു സ്ഥലമാണ്. എനിക്ക് ഈ ട്രീ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ കാണാനുള്ളൊരു സംഭവം ക്രിസ്മസിൻ്റെ സംഭവം ഈ ഒരു പള്ളിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും 13 മിനിറ്റ് ഞാൻ നടന്ന് കണ്ടിട്ടുണ്ട്. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. ചെറിയ പിള്ളേർ തൊട്ട് വലിയ ആൾക്കാർ പ്രായമായവർ വരെ എൻജോയ് ചെയ്ത് കണ്ട് ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങി നമ്മൾ എവിടെയാണോ ഇറങ്ങി അവിടെ വരികയാണ്. കുറേ സ്ഥലത്തൂടെ ഇങ്ങനെ നടന്ന് അത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി.
ഞാൻ പറഞ്ഞില്ല, നമ്മൾ ചില കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയണം, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് തന്നെ ഉറപ്പിച്ച് പറയണം എന്ന് ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, പല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിട്ട് ഞാൻ പഠിച്ചൊരു സംഭവമാണ്. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് പറയുക. മറ്റൊരാൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിച്ച് അതിനെ ഇഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യവും ഉണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമുക്ക് പറ്റാത്ത കാര്യം നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ചെയ്യുക എന്ന് പറയുക. അല്ലാണ്ട് അവർക്കതാണ് ഇഷ്ടം, അല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ അങ്ങനെയാണ്, അല്ലെ അവിടെ അങ്ങനെയാണെന്ന് ഒരിക്കലും പറഞ്ഞിരുന്നാൽ നമ്മുടെ കാര്യങ്ങളും ജീവിതവും ഒട്ടും മുന്നോട്ട് പോവില്ല. അവിടെ ഇവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. നമുക്കൊരു ഡിസിഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോകുന്നതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. നമ്മളെ പല സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണല്ലോ നമ്മൾ പല കാര്യങ്ങൾ പഠിക്കാമെന്ന് പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ അകത്ത് കയറുമ്പോൾ ആദ്യം ആനേനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആന മൂവിങ് ആണ്, മറ്റേ ആന സ്റ്റാച്യു പോലെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ പിള്ളേരൊക്കെ പറയണം അത് റോബോട്ടാന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മറ്റേ ആനയുടെ ബാറ്ററി തീർന്ന് പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും വളരെ എൻജോയ് ചെയ്തിട്ടോ. അത് അങ്ങോട്ട് പോണ സ്ഥലം വരെ ഇങ്ങനെ ആർച്ചിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു 2 ദിവസം റെസ്റ്റ് ഉള്ളൂ. ഇനി അത് കഴിയുമ്പോൾ കല്യാണത്തലേന്നുണ്ട്, കല്യാണമുണ്ട്. 30-ാം തീയതിയാണ് കല്യാണം. അത് ഇവിടുന്ന് കുറച്ച് പോയിട്ടാണ് അങ്ങനെ. അപ്പോൾ അതിനും സാരി, ഇന്നത്തെ എൻ്റെ സാരി എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. നമ്മുടെ ഓൺ പ്രൊഡക്റ്റാണ്, ബനാറസി സാരിയാണ്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് മാറ്റി വെച്ചൊരു സാരിയാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് പീസും വളയൊക്കെ ഇട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെന്നല്ല, ഇച്ചിരി ഗ്രാൻഡായിട്ട് തന്നെ നിൽക്കാം എന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾക്കറിയാലോ, സാരി ഉടുത്ത് പോകേണ്ട ഒക്കേഷൻസ് എനിക്ക് ഇതുവരെ അത്ര കാര്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ വരുന്ന ഒക്കേഷൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതായി ഇപ്പം എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇനി കല്യാണത്തിനും ഒരു സാരിയാണ്. ഇതിന് ബനാറസി എടുത്തെങ്കിൽ മറ്റേതിൽ സോഫ്റ്റ് സിൽക്കാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് അന്ന് കാണിക്കാം കേട്ടോ, നേരത്തെ കാണിച്ച് സർപ്രൈസ് കളയുന്നില്ല. അങ്ങനെ ഇത് നമ്മൾ കണ്ടുകൊടുക്കുക. എല്ലാവരും വളരെ ആസ്വദിച്ച് കണ്ടും കേട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുറകെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിത് കണ്ടിട്ട് പറ്റിച്ചാന്ന് തോന്നുന്നു, ഇവിടെ കൂടുതലുള്ളവർ കാറി പേടിപ്പിച്ചു. അപ്പോൾ തോമനും ചിരിയായി. പിന്നെ പെട്ടെന്ന് തോമ ആ സിസ്റ്റർമാരുടെ ഗ്യാങ്ങിൽ വിട്ടു. അങ്ങനെ പോകാൻ നിന്നു. ഞങ്ങൾ പറഞ്ഞു പോരെന്ന് പറഞ്ഞു കേട്ടോ. കാരണം അവൻ വളരെ ആകാംക്ഷയോടെയാണ് ഓരോന്നും കാണുന്നത്. അല്ലെങ്കിൽ ഫ്ലെമിംഗോനെ കണ്ടു, അത് കണ്ടു, ബാറ്റിനെ കണ്ടു, കങ്കാരു ഉണ്ട്, എനിക്കറിയില്ല ക്രൊക്കഡൈലുണ്ടെന്നൊക്കെ പറഞ്ഞ് തകർക്കായിരുന്നു കേട്ടോ അവൻ പേഴ്സണലി എൻജോയ് ചെയ്തു. ഞങ്ങൾ മിസ് ചെയ്തത് പാച്ചുവിനെയാണ് കേട്ടോ. പാച്ചുവിന് വരുമ്പോൾ പോവാം. അപ്പോൾ മമ്മിയോട് ഞാൻ പറഞ്ഞു, മമ്മിക്ക് ഇനി ഡിമ്പിൾ വന്നിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു കേട്ടോ. ഡിമ്പിൾ മറ്റന്നാൾ വരുമായിരിക്കും, മോസ്റ്റ്ലി കല്യാണത്തിന് പോകേണ്ടതുകൊണ്ട് വരും. ആൻസൺ ചേട്ടൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ലോഗിൻ ചെയ്യേണ്ട ദിവസമാണ്. എന്നാലും നമ്മളിന്ന് ഡാഡിയുടെ ബർത്ത്ഡേ തന്നെ ഇന്നൊരു പരിപാടി വന്നപ്പോൾ എല്ലാം കൂടെ ഒത്തുചേർന്ന് സെറ്റായിട്ട് വന്നു കേട്ടോ. അടിപൊളിയായിരുന്നു ഇന്നത്തെ ഒരു ഡേ. ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി, ഫാമിലി ആയിട്ട് എല്ലാവരും ഒന്നിച്ച്, അതായത് ഡാഡിയുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം ഒരുമിച്ച് നിന്ന് വിഷ് ചെയ്യുക ഒക്കെ ആകുമ്പോൾ അതൊരു തരം ഹാപ്പിനെസ്സാണ്. നമ്മൾ വേറെ സ്ഥലത്താകുമ്പോൾ ഇതൊന്നും നമ്മൾ ഓർക്കില്ല. പക്ഷെ നമ്മളൊരു സദസ്സിൽ പോയി നിൽക്കുമ്പോൾ നമ്മളിന്ന് ഡാഡിയുടെ ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോൾ അവർ വിഷ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് സന്തോഷം കിട്ടുന്നൊരു സംഭവമാണ്. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അന്ന് ഒരു കാലത്ത് ഞാനത് ചെയ്തു കൊടുത്തിരുന്നത് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയൊക്കെ സംഭവങ്ങൾ. പിന്നെന്താണ്, സത്യം പറഞ്ഞാൽ ഇവിടെ നടന്ന് കാണാൻ ഇഷ്ടമാണെങ്കിലും എനിക്ക് ഉറക്കം വന്നു തുടങ്ങി, ചാക്കോച്ചിനും ഉറക്കം വന്നു തുടങ്ങി. അപ്പയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പിള്ളേരെ എല്ലാം കാണിക്കണം, അല്ലെങ്കിൽ എൻ്റെ പിള്ളേർ എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. അവർക്ക് പിന്നീടൊരു കാലത്ത് ആഹാ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടോ, ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയാൻ പാടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ആളാണ് റോൺ ചേട്ടൻ. നല്ലതാണ്, ഒരു വശം വളരെ നല്ലതാണ്. മറുവശത്ത് നമ്മൾ നടക്കണമല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു വിഷമം. പിന്നെ ഓരോ വർഷവും ഓരോ തരത്തിലുള്ള തീമായതുകൊണ്ട് ബോറടിക്കില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടം വരെ വന്നെങ്കിലും ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുമായിരുന്നു കേട്ടോ. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ വീട്ടിൽ പോയില്ലല്ലോ, ചാക്കോച്ചൻ്റെ ഹോസ്പിറ്റൽ കേസിട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ തന്നെയായിരുന്നു. അങ്ങനെ അപ്പോൾ ഇന്നലെ അമ്മയൊക്കെ അപ്പയുടെ അവിടെയായിരുന്നു കേട്ടോ സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ രാത്രി അവരവിടെ എൻജോയ് ചെയ്തു. ഞാൻ പറഞ്ഞ ചേച്ചാപ്പിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മോസ്റ്റ്ലി 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും കോട്ടയത്തേക്ക് തിരിച്ച് പോകേണ്ടി വരും. അവിടുത്തെ ആദർപ്പാനയും ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ അത് മിസ് ചെയ്യണ്ട എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. കാലാവസ്ഥ പോലെ ഇരിക്കും, എല്ലാവരുടെയും ഹെൽത്തും കാര്യങ്ങളൊക്കെ പോലെ. പക്ഷേ ഈ പറഞ്ഞ പോലെ പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ ദേ നടന്ന് എല്ലാം അടിപൊളിയാണ്. പക്ഷെ പുൽക്കൂടിൽ, അതായത്
ഇത് മാത്രം വളരെ ചെറുതായാലും ഭയങ്കര സിമ്പിളായി പോയ പോലെ എനിക്ക് തോന്നിയിട്ടോ. ബാക്കിയൊക്കെ അടിപൊളിയാണ്. ഇത്രയും ഗ്രാൻഡായിട്ട് ചെയ്തിട്ട് അതിനെ എന്തുകൊണ്ട് ചെറുതാക്കി എന്നെനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ദേ വീണ്ടും നടന്ന് മേളിൽ പോവുകയാണ്. നടക്കുന്നത് തീരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ദേ ഈ ഒരു അന്തോണിസ്യോണിൻ്റെ ആളിനെ നിങ്ങൾ കണ്ട് ശീലമായ സ്ഥലമായിരിക്കും അല്ലേ. അങ്ങനെ ദേ തൂമ്പ് നടന്ന് മടുത്ത് നടുവിനൊക്കെ കൈ കൊടുത്ത് ഞാൻ ഓർത്ത് എടുക്കാൻ പറഞ്ഞ മാതാവേ പെട്ടു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പിള്ളേർക്ക് ഇഷ്ടമാവും. അപ്പോൾ തൃശ്ശൂരുള്ളവരാണെങ്കിൽ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഇതൊന്നും മിസ്സാക്കരുത്. ലാറ്റിൻ പള്ളിയിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നടത്തറ പള്ളി മിസ്സാക്കരുത്, അതും അടിപൊളിയായിട്ടുണ്ട്. ലൂർദ് പള്ളിയിലെ പൊട്ടയാണെന്നല്ല ഉദ്ദേശിച്ചത്, ലൂർദ് പള്ളിയിലെ നല്ലത് തന്നെയാണ്. ഇത് പക്ഷേ ഭയങ്കര വലുതായിട്ട് പിള്ളേർക്ക് നടന്ന് കാണാനും സംഭവം ഏറ്റവും തിരക്ക് ലൂർദ് പള്ളിയിൽ തന്നെയാണ് കേട്ടോ. സ്റ്റാറുകൾ അടിപൊളിയാണ് ലൂർദ് പള്ളിയിൽ. എന്തെല്ലാം തരത്തിലാണ് ഓരോരുത്തരും ഹാൻഡ് മെയ്ഡ് ചെയ്ത് സ്റ്റാർ വെച്ചിരിക്കുന്നത്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ ലാസ്റ്റ് ഞങ്ങൾ ലൂർദ് പള്ളി, അതായത് ഇവിടുന്ന് അങ്ങനെ നേരെ വീട്ടിൽ പോയാൽ മതിയല്ലോ. അപ്പോൾ അവിടെയും നല്ല ഭംഗിയുള്ള ട്രീയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതലും ലൈറ്റ് ട്രീസാണ് ഹൈലൈറ്റ് എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതേ ഞാനവിടെ നിന്ന് ഡോൺ ചാട്ടിൻ്റെ പിള്ളേരെ 2 ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി നമ്മളത് ഇഗ്ലൂലാണ് കേട്ടോ ഈ പ്രാവശ്യത്തെ പുൽക്കൂട്. അപ്പോൾ തോമ് കണ്ട വഴിക്ക് പറഞ്ഞു അമ്മ ദിസ് ഈസ് ഇഗ്ലൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ത്രിൽഡായിട്ട് ഓടിപ്പോവാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഫാദറിൻ്റെ തൊപ്പിയുടെ ഷേപ്പിൽ കണ്ട് ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് കുറേ മെനക്കെട്ടിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഇവിടെ ബട്ടർഫ്ലൈ ഉണ്ട്. അപ്പോൾ ബട്ടർഫ്ലൈനെ അയച്ചു തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ബട്ടർഫ്ലൈയുടെ ചിറക്ക് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് ശരിയാക്കുന്നതാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൻ്റെ ആൾക്കാർ അതിനിട്ട് പണിയുന്നുണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ തൃശ്ശൂരുകാർ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണണം. പുറത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ കണ്ട് നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വലിയ കാര്യമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ ഹാപ്പി ആയിട്ട് എടുത്ത ഫോട്ടോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആരൊക്കെ എങ്ങനെയൊക്കെ ബന്ധുക്കളൊക്കെ എന്നുള്ളത് മമ്മി ഷെയർ ചെയ്യും. മമ്മിക്ക് അത് പറയാനും പറ്റുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് പോലെ തെറ്റിപ്പോയാൽ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ ലൂർദ് പള്ളിയിലെ പുൽക്കൂടും കാര്യങ്ങളും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു എന്ന് വിചാരിക്കണം. ഡാഡിയുടെ ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമുള്ളൊരിതാണ്. നമ്മൾ 10 പേര് വിഷ് ചെയ്യുന്നിടത്ത് ഒരു 10,000 കുറേ പേര് വിഷ് ചെയ്യുമ്പോൾ ഉള്ള സന്തോഷം അത് വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം നമുക്ക് നാളെ പൂർവാധികം ശക്തിയോടെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്.